നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. യദു വിസിസ് മേയർ ആര്യ രാജേന്ദ്രൻ. ഈ ഒരു കേസ്, ഈ ഒരു വിഷയം മലയാളികൾ ആരും തന്നെ മറക്കുകയില്ല. ഈ ഒരു വിഷയത്തിൽ നിർണായക ഒരു അപ്ഡേഷൻ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ്. യദു മേയർ ആര്യ രാജേന്ദ്രനെതിരെ 1 ലക്ഷം രൂപയുടെ മാനനഷ്ട കേസ് നടത്തിക്കൊണ്ട് ഒരു വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ്. മേയർ ആര്യ രാജേന്ദ്രൻ KSRTC ബസ് തടഞ്ഞ സംഭവത്തിൽ വക്കീൽ നോട്ടീസ് അയച്ച ഡ്രൈവർ യദു, ചീഫ് സെക്രട്ടറി, ആഭ്യന്തര സെക്രട്ടറി, പോലീസ് മേധാവി, അന്വേഷണ ഉദ്യോഗസ്ഥർ എന്നിവർക്കാണ് വക്കീൽ നോട്ടീസ് അയച്ചത്. രാഷ്ട്രീയ സ്വാധീനത്താൽ കേസ് അട്ടിമറിച്ചുവെന്നാണ് നോട്ടീസിൽ പറയുന്നത്. 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം വേണമെന്നും ഇല്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. ആര്യ രാജേന്ദ്രനെയും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും കുറ്റവിമുക്തരാക്കി അന്വേഷണ സംഘം റിപ്പോർട്ട് നൽകിയിരുന്നു. ഏപ്രിൽ 28-ന് നടുറോഡിൽ മേയർ KSRTC ബസ് തടഞ്ഞതിനെ തുടർന്ന് തർക്കമുണ്ടായ സംഭവം വലിയ വിവാദമായിരുന്നു. KSRTC ബസ് ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ട കാണിച്ചതിന് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും MLAയും കൂടെയായ സച്ചിൻ ദേവും ബന്ധുക്കളും നടുറോഡിൽ ബസ് തടഞ്ഞാണ് തർക്കമുണ്ടാക്കിയത്. KSRTC ബസ് തടഞ്ഞ ട്രിപ്പ് മുടക്കിയതിനും ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചതിനും മേയർ ആര്യ രാജേന്ദ്രനെതിരെ കേസെടുക്കണമെന്ന് പ്രതിപക്ഷ തൊഴിലാളി യൂണിയൻ TDF ആദ്യമേ തന്നെ ആവശ്യപ്പെട്ടതാണ്. എന്നാൽ ഇതെല്ലാം തന്നെ അട്ടിമറിച്ചുകൊണ്ടാണ് മേയർ ആര്യ രാജേന്ദ്രനും MLAയും അവരുടെ ഭർത്താവുമായ സച്ചിൻ ദേവ് MLAയും കുറ്റവിമുക്തരാക്കിക്കൊണ്ട് കേസ് ക്ലോസ് ചെയ്തത്. എങ്ങനെയാണ് അത് സാധ്യമാകുക എന്ന ചോദ്യവും ഉണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒരു വിഷയം ഉണ്ടായതിന് പിന്നാലെ തന്നെ ഇതുവരെയും തിരിച്ച് താൽക്കാലിക KSRTC ഡ്രൈവറായ യദുവിന് തിരിച്ച് ആ ജോലിയിലേക്ക് പ്രവേശിക്കാനും കഴിഞ്ഞിട്ടില്ല. നിലവിൽ അദ്ദേഹത്തിന്റെ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിൽ തന്നെയാണ്. പല മാധ്യമങ്ങളിലൂടെ അദ്ദേഹം തന്റെ അവസ്ഥ എന്താണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തു. എന്നിട്ടും ഒരു കുഞ്ഞു പോലും അദ്ദേഹത്തെ സഹായിക്കാനായി എത്തിയിരുന്നില്ല. റോബിൻ ബസിനെ കുറിച്ച് അറിയാം. റോബിൻ ബസ് ഓടിക്കാനൊക്കെ അദ്ദേഹത്തിന് ക്ഷണം ഉണ്ടാവുകയും ചെയ്തിരുന്നു. പിന്നീട് അതിന്റെ അപ്ഡേഷനും കൃത്യമായി അറിയില്ല. എന്തായാലും മേയർ ആര്യ രാജേന്ദ്രനെതിരെ ഇപ്പോൾ 1 ലക്ഷം രൂപ മാനനഷ്ട കേസ് ആവശ്യപ്പെട്ടുകൊണ്ട്, മാനനഷ്ടം തുക ആവശ്യപ്പെട്ടുകൊണ്ട് വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. എന്തായാലും ഇവരുടെ കയ്യിൽ നിന്ന് ഒരു ചില്ലി പൈസ ഈ പാവത്തിന് കൊടുക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവർ തുടർന്ന് നടപടികളുമായി മുന്നോട്ട് പോകാനാണ് സാധ്യത. കേസ് നടത്തി ഇല്ലാത്ത പണം അങ്ങനെയും യദുവിന് പോകുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. എന്തായാലും യദു കട്ടയ്ക്ക് ഇറങ്ങിക്കഴിഞ്ഞു എന്ന കാര്യത്തിലും സംശയമില്ല. എന്തായാലും തൊഴിലാളി യൂണിയൻ അടക്കമുള്ളവർ ആദ്യം ഉണ്ടായിരുന്നെങ്കിലും പിന്നെ ഇതെല്ലാം തന്നെ കൊഴിഞ്ഞു പോവുകയായിരുന്നു. മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയ്ക്കുമെതിരെ ഡ്രൈവറുടെ പരാതിയിലാണ് കേസെടുക്കണമെന്നും സംഭവത്തിൽ ഇതുവരെ പരാതി നൽകാത്ത KSRTC ഉദ്യോഗസ്ഥർക്കെതിരെ മാനേജ്മെന്റ് നടപടി സ്വീകരിക്കണമെന്നുമായിരുന്നു TDF വർക്കിംഗ് പ്രസിഡന്റ് M വിൻസെന്റ് അന്ന് ആവശ്യപ്പെട്ടത്. അധികാരമുണ്ടെന്ന അഹങ്കാരത്തിൽ ദിവസവേതനക്കാരനായ ഡ്രൈവർക്കെതിരെ കേസെടുപ്പിച്ച് അറസ്റ്റ് ചെയ്ത നടപടി പാവങ്ങളുടെ മേലുള്ള മേയറുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLAയുടെയും കുതിരകയറിലായിരുന്നു എന്നായിരുന്നു ആദ്യമൊക്കെ ഉയർന്ന കുറ്റപ്പെടുത്തൽ. ബസ്സിലെ യാത്രക്കാരെ പോലും വഴിയിൽ വിടുകയും പൊതുഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തിട്ടും ഒരു കേസ് പോലും മേയറുടെയോ സച്ചിൻ ദേവ് MLAയുടെ പേരിൽ എടുക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് സഖാക്കൾക്ക് നാട്ടിൽ നിയമം കയ്യിലെടുക്കാനുള്ള ലൈസൻസ് ഉണ്ട് എന്ന സന്ദേശമാണ് നൽകുന്നത്. അധികാരത്തിന്റെ അഹങ്കാരവും പാവങ്ങളുടെ മേൽ കയറുന്നത് അംഗീകരിക്കില്ല എന്നും ഡ്രൈവറുടെ പരാതിയിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധമുണ്ടാകുമെന്നും M വിൻസെന്റ് അന്ന് വ്യക്തമാക്കിയിരുന്നു. എന്തായാലും M വിൻസെന്റിന്റെ ആവശ്യങ്ങളൊക്കെ തന്നെ കാറ്റിൽ പറന്നു പോവുകയായിരുന്നു. കാരണം ഇത്രയും നാളായിട്ടും ഒരു ചെറുവിരൽ പോലും മേയർ ആര്യ രാജേന്ദ്രനെതിരെ ആരും തന്നെ അനക്കിയിട്ടില്ല. എന്തിനേറെ പറയുന്നു, ക്ലീൻ ചിറ്റ് നൽകി വിടുകയാണ് ചെയ്തത്. എന്തായാലും യദു രണ്ടും കൽപ്പിച്ച് വീണ്ടും ഇറങ്ങി. ഇനി താഴെ ഭൂമി, മുകളിൽ ആകാശം മാത്രമേ യദുവിനുള്ളൂ. അതുകൊണ്ട് തന്നെ മേൽക്കീഴ് നോക്കാനില്ല, മുൻപിൻ നോക്കാനുമില്ല. നടപടികളുമായി മുന്നോട്ട് പോകുക എന്ന വാശിയിൽ തന്നെയാണ് നീക്കങ്ങൾ നടക്കുന്നത്.